നമുക്ക് തുടങ്ങാം അല്ലേ? പത്രവാർത്തകളിലേക്ക് നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനമായിട്ടും ഇന്നലെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതാണ് മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്ത, ലീഡ് വാർത്തയായിട്ടുള്ളത്. മനോരമയുടെ ലീഡ് 2-1 എന്നുള്ളതാണ്. രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അതിലൊന്ന് ഭീകരവാദവും വ്യാപാരവും ഒരുമിച്ച് പോവില്ല, രക്തവും വെള്ളവും ഒരുമിച്ച് പോവില്ല, അതേപോലെ ഭീകരവാദവും സംസാരവും ഒരുമിച്ച് പോവില്ല, ചർച്ചയും ഒരുമിച്ച് പോവില്ല എന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഇന്നലെ വളരെ ആർജവുമുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ കേട്ടത്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായി നിർത്തിയിട്ടില്ല, ഭീകരവാദവും സന്ധി സംഭാഷണവും ഒന്നിച്ച് നടക്കില്ലെന്നും ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുന്ന സർക്കാരുകളെ വേർതിരിച്ചു കാണില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഭീകരവാദം സംബന്ധിച്ചും പാക് അധിനിവേശ കാശ്മീർ സംബന്ധിച്ചും മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട്, ഞങ്ങളാണ് ഇടയ്ക്ക് മീഡിയേറ്റ് ചെയ്തത്, ഞങ്ങൾ കാരണമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലിലേക്ക് എത്തിയത്. ഇന്നലെയും പറഞ്ഞു, പ്രശ്നം തീർത്തില്ലെങ്കിൽ വ്യാപാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും പത്രം കൊടുത്തിട്ടുണ്ട്. മുന്നറിയിപ്പ് ഫലിച്ചുവെന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത്. സംഘർഷം അവസാനിപ്പിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനുമായി വ്യാപാരം വിപുലമാക്കാമെന്ന് US വാഗ്ദാനം ചെയ്തതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് വഴങ്ങിയത് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രധാനമന്ത്രി ഇന്നലെ അസന്ദിഗ്ധമായി പറഞ്ഞു, കേണപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിൽ ഒരു ആശ്വാസമുള്ളത് DGMമാരുടെ ചർച്ചയിൽ ഇന്നലെ ഇരു രാജ്യങ്ങളുടെയും അതിർത്തികളിൽ നിന്ന് സേനാവിന്യാസം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ജസ്റ്ററായിട്ട് നമുക്ക് കാണാം. മാതൃഭൂമി കൊടുത്തിരിക്കുന്ന തലക്കെട്ട് അത് തന്നെയാണ് ലീഡ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് അതിൽ. ആണവ ഭീഷണി വേണ്ട, അതാണ് തലക്കെട്ട്. പാകിസ്ഥാൻ ആണവ ഭീഷണി പറഞ്ഞുകൊണ്ടായിരുന്നു നിരന്തരം ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയുണ്ട്. അപ്പോൾ അത് വേണ്ട എന്നുള്ളതാണ് തലക്കെട്ട്. വേണ്ടി വന്നാൽ സിന്ദൂർ തുടരും, ഭീകരതയ്ക്കൊപ്പം ചർച്ചയും വ്യാപാരവും വേണ്ട എന്ന് പറയുന്നുണ്ട്. ചൈനീസ് മിസൈലുകൾ തരിപ്പണമാക്കി. അത് പല ലെയർ ഇന്നലെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു. ഏതൊക്കെ മിസൈലുകൾ വന്നാൽ അല്ലെങ്കിൽ ഏതൊക്കെ ഫൈറ്റർ ജെറ്റുകൾ വന്നാൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് ഇതിനെ തകർക്കുക, വളരെ കൃത്യമായിട്ട് ഇന്നലെ അവർ കാണിച്ചു, DGമാർ കാണിച്ചു. അതേപോലെ മനോരമയിൽ ഇന്ന് പാതി ഭാഗം ആദ്യ പേജിൽ നീക്കി വെച്ചിരിക്കുന്നത്, ഏകദേശം നീക്കി വെച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിക്ക് വേണ്ടിയാണ്. ബൈ വിരാട് എന്ന തലക്കെട്ടിലാണ്. 770 ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് ജയിക്കാൻ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിരുന്നു. 40 മത്സരങ്ങളാണ് ഇന്ത്യ കോഹ്ലിക്ക് കീഴിൽ തന്നെ ജയിച്ചത്. 7 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരട്ട സെഞ്ചുറികൾ. ശരിയാണ്, 7 ടെസ്റ്റിലാണ് ഇരട്ട സെഞ്ചുറികൾ എന്ന് പത്രം പറയുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ ഒരു ചിത്രവും മലയാള മനോരമ ആദ്യ പേജിൽ വയ്ക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി ഏകദിനത്തിൽ തുടരും. എന്തൊക്കെയോ പുകഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളതാണ് ചില ക്രിക്കറ്റ് സ്പോർട്സ് ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത്. കാര്യം BCCI അടുത്ത ഇംഗ്ലണ്ടിൽ മത്സരം നടക്കാനിരിക്കുകയാണ് ഈ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. BCCI വളരെ പെട്ടെന്ന് തന്നെ ഒരു യുഗത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. എന്താണെന്ന് നമുക്കറിയില്ല. മാതൃഭൂമി അതിന് സല്യൂട്ട് കോഹ്ലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സല്യൂട്ട് കോഹ്ലി ബൈ വിരാട് എന്ന് മലയാള മനോരമ. അതേപോലെ KPCC അധ്യക്ഷനായിട്ട് സണ്ണി ജോസഫ് വന്ന വാർത്ത പ്രധാനമായിട്ടും എല്ലാ പത്രങ്ങളിലെയും ആദ്യ പേജുകളിലുണ്ട്. നമുക്കതിനു മുമ്പ് ദേശാഭിമാനിയുടെ തലക്കെട്ട് കൂടി നോക്കാം. ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട ലീഡും ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തന്നെയാണ്. പക്ഷേ അതിനു മുൻപ് പ്രസംഗമല്ല, ഇന്നലെ DGMOമാരുടെ ചർച്ചയെ തുടർന്നുള്ള പ്രസ് ബ്രീഫിംഗ് ആണ്. വെടിനിർത്തൽ തുടരും എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആണവ ഭീഷണി വിലപ്പോകില്ല എന്ന തലക്കെട്ടോടുകൂടി പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സൈനികതല ചർച്ചയിൽ ധാരണ, അതിർത്തിയിൽ സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ ധാരണ, പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചതിൽ പ്രതിഷേധം അറിയിച്ചു, ഇനി ആവർത്തിക്കില്ലെന്ന് പാക് DGMO ഉറപ്പ് നൽകിയിട്ടുണ്ട്. കിരാന കുന്നുകൾ ആക്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇന്ത്യയുടെ എയർ മാർഷൽ ഭാരതി ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. കിരാന കുന്നിലാണ് പാകിസ്ഥാൻ്റെ ആണവ പോർമുനകൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേപോലെ മാധ്യമത്തിൻ്റെ തലക്കെട്ട് ഭീകരതയും ചർച്ചയും ഒന്നിച്ചു പോകില്ല എന്നുള്ളതാണ്. ചന്ദ്രികയുടെ തലക്കെട്ട് സൈന്യത്തിന് ബിഗ് സല്യൂട്ട് എന്നുള്ളതാണ്. ദ ഹിന്ദുവിൻ്റെ തലക്കെട്ട് ഇന്ത്യ വോണ്ട് ബെൻഡ് ടു പാക് ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ. അതാണ് പ്രധാനപ്പെട്ട ലീഡ്. ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ മുട്ടുമടക്കില്ല, ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലിന് മുന്നിൽ ഇങ്ങോട്ട് ന്യൂക്ലിയർ ബ്ലാക്ക്മെയിലുമായിട്ട് വരരുത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് KPCCയിലെ വാർത്തകളിലേക്ക് കൂടി. ആ ചിത്രം പക്ഷേ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്ന അറിയാൻ കൗതുകമുണ്ട്. അതായത് മാതൃഭൂമി സണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ KC വേണുഗോപാൽ അദ്ദേഹത്തെ ഇങ്ങനെ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. മനോരമ സണ്ണി ഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് K. സുധാകരൻ സണ്ണി ജോസഫിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കാണാം. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ സണ്ണി ജോസഫിനെ ഇരുത്തിയ ശേഷം മുൻ പ്രസിഡന്റ് K. സുധാകരൻ അനുഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പിച്ചിരിക്കട്ടെ
എന്ന ഒരു അടിക്കുറിപ്പ് കൂടി കൊടുക്കുന്നു. ഉറപ്പിച്ചിരിക്കട്ടെ എന്നുള്ളതാണ്. ഈ സണ്ണി ചുമതല ഏൽക്കുമ്പോഴേ വളരെ ഫണ്ണി ആയി പോയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, അത് മുരളീധരന്റെ ആയിരുന്നു. അപ്പൊ ഈ കാകദൃഷ്ടിയിൽ ഇന്നത് പറയുന്നത് രസകരമാണ്. നമ്മുടെ ബോംബ് പൊട്ടുമെന്ന് കരുതിയിരിക്കുമ്പോൾ ഏറുപടക്കം പോലും പൊട്ടിയില്ല. പുതിയ ഭാരവാഹി ലിസ്റ്റിനെ പ്രശംസിച്ച് കെ മുരളീധരൻ. അപ്പൊ താഴെ കാകദൃഷ്ടി പറയുന്നത് പിന്നെ ഒളിയമ്പുകളില്ലാതെ എന്ത് സ്ഥാനാരോഹണം. വളരെ ഏറ്റവും രസകരമായി സംസാരിച്ചത് കെ മുരളീധരൻ. തന്റെ വിയോജിപ്പും തന്റെ ഇതിനകത്തുള്ള നിലപാടും ഒക്കെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ഇന്നലെ കൊടിക്കുന്നിൽ സുരേഷും തന്നെ അതൃപ്തി വ്യക്തമാണ്. ഒറ്റക്കെട്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞതും ഇന്നലെ കുഞ്ചുകുറുപ്പ് പ്രധാനമായിട്ടും അവരുടെ കാർട്ടൂണാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ചവയ്ക്കാൻ ഒരു വാക്ക് വേണം എന്നാണ് പറയുന്നത്. ഒറ്റക്കെട്ടാണ് കേട്ടോ, ഞങ്ങൾ ഒറ്റക്കെട്ട എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ ഭാര്യയും ഭർത്താവ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് നമ്മൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ മനസ്സിലായി ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഒറ്റക്കെട്ട് എന്നുള്ളത് അങ്ങനെയാണ് ആ പദപ്രയോഗം. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊക്കെയാണ് വാർത്തയായിട്ടുള്ളത്. ഒപ്പം ദേശാഭിമാനിയിൽ ഞാനിത് നോക്കട്ടെ, നമുക്ക് KPCC എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കൂ. ദേശാഭിമാനിയിൽ അപസ്വരത്തോടെ തുടക്കം എന്നാണ് ലീഡ് കൊടുത്തിരിക്കുന്നത്. ഒളിയമ്പുമായി മുതിർന്ന നേതാക്കൾ എന്നാണ് ആ പത്രത്തിൻ്റെ ഫോട്ടോ തന്നെ എടുത്തിരിക്കുന്നത്. ദേശാഭിമാനി വെടിനിർത്തില്ല എന്ന കുറിപ്പോടുകൂടിയാണ്. KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ സണ്ണി ജോസഫും KPCC മുൻ പ്രസിഡന്റ് K സുധാകരനും ഇരിക്കുന്ന ഒരു ചിത്രം കൂടി ദേശാഭിമാനി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ ആവേശം മുറ്റിരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സണ്ണി ജോസഫ് KPCCയുടെ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. നായയുടെ കടിയേറ്റ് 2 ലക്ഷത്തിലധികം പേർ എന്നൊരു വാർത്ത മലയാള മനോരമ ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 2021 മുതൽ ഓരോ വർഷവും നായയുടെ കടിയേറ്റ് ചികിത്സ തേടുന്നത് 2 ലക്ഷം മനുഷ്യരാണത്രേ. കഴിഞ്ഞ 2 വർഷമായി അത് 3 ലക്ഷം കടന്നിരിക്കുന്നു. ഇതിൽ തെരുവുനായ ആക്രമിച്ച കണക്ക് ലഭ്യമല്ല. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 89 പേർ വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ട്. വിഷബാധയേറ്റ് മരിച്ചിട്ടുണ്ട്, ചെറിയ കാര്യമല്ല. എന്നാൽ അതേസമയം വന്ധ്യംകരിച്ചത് 1 ലക്ഷം നായ്ക്കളെ മാത്രമാണ് എന്നാണ് മനോരമയുടെ ആദ്യ പേജിൽ പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വാർത്തയായിട്ട് നിൽക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട നമ്മുടെ തത്സമയ വാർത്തകൾക്കായി നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ റോഷ്മി കാപ്പിയൊക്കെ കുടിച്ച് റെഡിയായിരിക്കുക. ന്യൂസ് ബസ്സിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്ത എന്തായിരിക്കും നമ്മൾ ആലോചിച്ചെടുക്കണം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രേക്ഷകരുടെ മുന്നിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു റോഷി. ഓക്കെ, ഹാവ് എ വണ്ടർഫുൾ ഡേ.